അങ്ങനെ നാട്ടിലെ ഇലക്ഷന് ശേഷം UK-യിലും വന്ന് വോട്ടിട്ട് നമ്മൾ ഒരു പാർട്ടിയെ ജയിപ്പിക്കാൻ പോവുകയാണ്. ഞാനുണ്ട് വീഡിയോ. ഇത് സുനു, ഇദ്ദേഹത്തിന് വോട്ടില്ല. ഇദ്ദേഹം പ്രതിഷേധം അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ. നമുക്ക് വോട്ടിന് വേണ്ടിയിട്ട് കേട്ടാ ഞാൻ ഫോട്ടോ എടുത്തു. നമുക്ക് ഫോട്ടോയ്ക്കകത്ത് നോക്കിയിട്ട് പേര് വിളിച്ചു പറയാം. നമുക്ക് അറിയാവുന്ന പോലെ ആക്ട് ചെയ്യാം. ഏത് ലേബർ പാർട്ടി, ഗ്രീൻ പാർട്ടി, കൺസർവേറ്റീവ് പാർട്ടി, ലിബറൽ ഡെമോക്രാറ്റ്സ്, റീഫോം UK, then SDP. SDP ഉണ്ടോ? സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി. നാട്ടിലെ SDP അപ്പൊ അതല്ല, വേറെ SDP ആണ്. അതൊക്കെ ഫോട്ടോ ഒക്കെ എടുത്തോ. SDP ഉണ്ട്, ലേബർ പാർട്ടി ഉണ്ട്. സിമ്പിളാണ്, വളരെ വളരെ സിമ്പിളാണ്. പോവുക, നമ്മൾ അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുക, അതെടുത്തു. അപ്പൊ അതിന്റെ വീഡിയോ ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് അറ്റാച്ച് ആക്കാം. കണ്ടുകൂടല്ലേ? ഇത്രയും പാർട്ടി ഉണ്ടെങ്കിലും ഏറ്റവും നല്ല പാർട്ടി ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയാം അഭിരാമിനോട് ചോദിക്കാം. ഇവൻ വോട്ടിട്ടതിന് തെറ്റായിരുന്നു. ഇവന്റെ അടുത്ത് ഇൻഡു ഇടാനാണ് പറഞ്ഞത്. ഇവൻ അവിടെ പോയി ശരി ഇട്ടാനും മുടക്കിക്കൊണ്ട് ഇടാൻ വേണ്ടി പോയൊരു വളരെ പ്രശസ്തനായ വ്യക്തിയാണ്. ശരി ഇട്ടിട്ട് അതിന്റെ കൂടെ വെട്ടി തെറ്റാക്കി. ഇവിടെയൊക്കെ പേരൊക്കെ വളരെ വിശാലമായ പേരുകളാണ്. അത് നമുക്കറിയായിരുന്നു. അഭിരാമേ പറയൂ, എന്തൊക്കെയാണ് പേര്? പാർട്ടിയുടെ പേര് നമ്മൾ വല്ലഭദേനാണ് നോക്കി വെച്ചത്. അതേപോലെ തന്നെ ആൾക്കാരുടെ പേര് ഇത്രയും പാർട്ടികളാണ് ഉള്ളത്. അതൊക്കെ നമുക്ക് സില്ലി മാറ്റർ. നമ്മളെല്ലാം ഫുള്ളായിട്ട് പഠിച്ച് ആരൊക്കെ വോട്ടിടണം എന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി നോക്കിയിട്ടാണ് നമ്മൾ പോയത്. ഇത് പോപ്പുലർലെയും ലൈവ് ഹൗസിലെയും മെമ്പർ ഓഫ് പാർലമെന്റ് election of member of parliament for the post popular and lime house constituency. തൊണ്ടവേദന ആയതുകൊണ്ട് അവൻ്റെ ഒച്ച കൃത്യമായിട്ട് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ തർജ്ജമ ചെയ്തു തരാം. ഏതിന്റെ എന്തോ ഒരു സംഭവമാണ്. അവരുടെയൊക്കെ ഇലക്ഷൻ ആയിരുന്നു നടന്നത്. എന്തായാലും നമ്മളൊരു പാർട്ടിക്ക് വോട്ടിട്ടിട്ടുണ്ട്. നമ്മൾ പാർട്ടി ജയിക്കും എന്തായാലും. ആ കാര്യം നമ്മൾ ഉറപ്പാണ്. നമ്മളെ പാർട്ടിയല്ല, നമ്മൾ വോട്ടിട്ട പാർട്ടി. അപ്പോൾ ശരി, ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ പോയി കടന്നിട്ട് തിരിച്ചു വരാം.